ഹലോ, വെൽക്കം ടു സിൻഡ ബൊട്ടീക്ക്. അടുത്തത് കണ്ട മാല കണ്ടില്ലേ? ഇതിൻ്റെ കളേഴ്സ് തന്നെ നിങ്ങൾ കണ്ടോ? ഞാൻ കാണിക്കുമ്പോൾ ഇത് കണ്ട, ഇത് ഒരു ടെർക്കോയിഷ് ബ്ലൂ വരും, ലൈലാക്ക് വരും, ഗോൾഡ്, പൗഡർ ബ്ലൂ ഒക്കെ ഒരു പേളിൻ്റെ രണ്ട് സൈഡ് രണ്ട് കളറുകളാണ് കേട്ടോ. പേൾ വരുന്നുണ്ട്, ഗോൾഡ് കണ്ടില്ലേ, മൊണാലിസ ബീഡ്, മറ്റേ റൗണ്ട് ബീഡ്, അങ്ങനെ പല ഷേപ്പിലും റൗണ്ടുമായിട്ട് പല ഷെയ്ഡിലാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരു ഡ്രസ്സിനും മാച്ച് ചെയ്യുന്നൊരു മാലയാണ് കേട്ടോ. അതുപോലെ തന്നെ ചുരിദാർ യൂസ് ചെയ്യുന്നവർക്കും നല്ലതാണ്. കണ്ടോ, ഞാനിത് ഇടുമ്പോൾ കണ്ടോ ആ മാലയായിട്ട് ഇത് കണ്ട, എല്ലാവരും ഇതിനും മാച്ച് ചെയ്യാവുന്ന നല്ലൊരു മാലയാണ് കേട്ടോ. ഇത് എല്ലാ കളറിനും സാരിക്കായാലും അല്ലേ, ഏതെങ്കിലുമൊക്കെ ഒരു കളർ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറുകളെല്ലാം ഇതിലുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടാലും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി ക്ലിയർ ആവുള്ളൂ കേട്ടോ. നമ്മൾ എത്ര വീഡിയോയിൽ കണ്ടാലും ഇത്രയും ക്ലോസപ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ ഓരോന്നും അറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ പോകണം അതിൻ്റെ കളറുകൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 റുപ്പീസാണ്, 700 രൂപയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ എന്നോട് ഒന്നും കൂടെയൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ബൈ പോസ്റ്റ് ആയിരിക്കും കേട്ടോ ഞങ്ങൾ അയക്കണത്. അല്ലെങ്കിൽ ഞാൻ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പിൽ നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ബാങ്കിന് തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിലുണ്ട് കേട്ടോ ഞങ്ങളെ. അപ്പോൾ ഇവിടെ വരിക, ചുരിദാറിൻ്റെ സാരി ഉണ്ട്, മാലയുണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. എല്ലാം നമുക്ക് ഫാഷനബിളായിട്ട് പോവാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോവാം കേട്ടോ. നമുക്ക് കണ്ടില്ലേ, നമ്മളൊട്ടും കുറയ്ക്കേണ്ട അതിനേട്ടാ. എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആയാലും സാരി ആയാലും അതിനൊക്കെ മാച്ച് ചെയ്തു മാല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനത്തെ മാല വെയർ ചെയ്യാന്നുള്ളത്. അത് കൂടുതലായത് ചിലപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയ കാരണമായിരിക്കും കേട്ടോ എല്ലാവരും ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ തുടങ്ങണത്. അതെ, പക്ഷേ ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണത് ഇങ്ങനത്തെ മാലകളൊക്കെ യൂസ് ചെയ്യുമ്പോഴേ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വെയറാണ് കേട്ടോ, ഇതൊക്കെ ഒരു ഫംഗ്ഷൻ വെയറാണ്. നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഇത് കഴുത്തിലിടുക, പരിപാടി അറ്റൻഡ് ചെയ്യുക, തിരിച്ചു വന്ന് അപ്പം തന്നെ അതൊന്ന് തുടച്ച് അതേ ഒരു ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ. അല്ലാതെ അത് വന്ന് വൈകുന്നേരം വരെ വീട്ടിലിട്ട് നിന്ന് വേർത്തും അതൊക്കെ ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് ഡിമ്മായി തുടങ്ങും. അത് എത്ര വില കൂടിയ പേളും കാര്യങ്ങളായാലും അങ്ങനെ റഫ് യൂസ് ചെയ്ത് അതൊക്കെ ഡാമേജാണ് കേട്ടോ. അതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അങ്ങോട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ മടിക്കണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ഉണ്ട്, അത് എങ്ങനെ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യേണ്ട രീതിയൊക്കെ ഉണ്ട്. അല്ലാതെ എന്നും നമ്മളിപ്പോൾ ഒത്തിരി ഇങ്ങനെ വയർത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഡെയിലി പുറത്തിറങ്ങുമ്പോൾ ഇതിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര വില കൂടിയ പേളും കാര്യങ്ങളായാലും ഒന്ന് ഡിമ്മാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും. പോളിഷിങ് ഇതിലങ്ങോട്ട് മാറി തുടങ്ങും. അത് ഡിമ്മായും കളർ ഫെയ്ഡാവും എന്തെങ്കിലുമൊക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച്, ചില മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പറയും ലിനൻ അങ്ങനത്തെയൊക്കെ തുണികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പറയും ചിലരെടുക്കാൻ പഠിക്കുന്നത് അതുകൊണ്ടാണ് അതൊക്കെ. കാരണം അതൊക്കെ നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. എന്നാൽ മാത്രമേ ആ ലിനൻ്റെ ഭംഗി അതിന് കിട്ടുള്ളൂ. അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട സാധനം ഇതെന്ന് പറയുന്നേക്കും നിങ്ങൾ ഇതൊക്കെ ഇത്ര വലിയ ഭാരമാണ്. അങ്ങനെ ഭാരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ആ സമയത്ത് എടുത്തിടുക, ഫംഗ്ഷൻ കഴിഞ്ഞ വഴിക്ക് തിരിച്ചു വരിക, ഒന്ന് വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് അതേ ബോക്സിലിട്ട് വെച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ആ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം ഇങ്ങനത്തെ മാലകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. 700 രൂപയാണ് കേട്ടോ, 700 റുപ്പീസാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് സിൻഡ ബൊട്ടീക്കിലേക്ക് പോരണം കേട്ടോ. ഒത്തിരി കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തീർന്നു പോയതാ, രണ്ടാമത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാ കേട്ടോ. നമുക്ക് സിൻഡ ബൊട്ടീക്കിൽ വെച്ചിട്ട് കാണാം. ഇങ്ങനത്തെ ഇഷ്ടമുള്ള നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.